ഇന്നാണ് എൻ്റെ യാത്രയുടെ ആദ്യത്തെ ചുവടുവെപ്പ്. നമ്മൾ പറയുന്ന മാറ്റം ആദ്യം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഓരോ ഇലക്ഷനും ആഘോഷങ്ങളും അവശേഷിപ്പിക്കുന്നത് ടൺ കണക്കിന് മാലിന്യങ്ങളാണ്. ഈ ഇലക്ഷൻ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല, തീർച്ച. ഒരു യഥാർത്ഥ സ്ഥാനാർത്ഥി സമൂഹത്തെയും ജനങ്ങളെയും മാത്രം സ്നേഹിക്കുന്നവളല്ല, അവളെ ചുറ്റിപ്പറ്റിയ പ്രകൃതിയെയും അതേ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്നവളാണ്. ഇതാണ് നമ്മുടെ ഹരിതചട്ടം പാലിക്കാനുള്ള ഹാൻഡ് ബുക്ക്. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഗ്രീൻ ഇലക്ഷൻസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൻ്റെ. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ ഹാൻഡ് ബുക്കിൻ്റെ സോഫ്റ്റ് കോപ്പി ലഭ്യമാക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ശുചിത്വ മിഷനിലെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൃത്യമായിട്ട് എല്ലാ ഗ്രീൻ ചട്ടം പാലിച്ചിട്ട് നമുക്ക് ഈ ഇലക്ഷൻ ഗ്രീൻ ഇലക്ഷനായിട്ട് മാറ്റണം. ഓൾ ദി ബെസ്റ്റ്. എടാ, ഇത് പ്ലാസ്റ്റിക് മാലയല്ലേ? ഇത് പ്രോട്ടോകോളിനെതിരാ. പിന്നെ ഗൗരിയുടെ ബാനർ ചെയ്യുമ്പോൾ അത് കോട്ടൺ ക്ലോത്തിൽ തന്നെ ചെയ്യണേ. ഇലക്ഷൻ ആണ്, ഞാൻ മത്സരിക്കുന്നുണ്ട്, വോട്ട് ചെയ്യണം. പിന്നെ ഇപ്രാവശ്യം ഹരിത ഇലക്ഷൻ ആണ്, അറിയാലോ. അപ്പൊ വോട്ട് ചെയ്തിട്ട് സ്ലിപ്പ് പിന്നെ തന്നെ ഇടണം, പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഉപയോഗിക്കരുത്. ഓക്കെ. ചേച്ചി, ഇത് ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റും നിരോധിച്ചതാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ അവിടെ 100 സ്റ്റീൽ ഗ്ലാസും പ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട്, അത് എടുത്തോ. ഇത് ഉപയോഗിക്കരുത് കേട്ടോ. അതെന്തിനാ എടുത്തിട്ട് പോയേ? അത് നിരോധിക്കപ്പെട്ട ഫ്ലെക്സ് അല്ലേ, അതുകൊണ്ടാണ് അത് എടുത്തിട്ട് പോയത്. നോക്കൂ, ഇത് നോക്കൂ, ഈ ഒരു ഫ്ലെക്സ് ഒന്നേ കാണിച്ചു തരാം. QR കോഡേ ഒന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ PCB സൈറ്റിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ ഇത് അംഗീകൃതമാണ്. ഈ ഇലക്ഷൻ ഹരിത ഇലക്ഷനാണ്, അതുകൊണ്ട് ഇതൊക്കെ അനുവദിക്കാൻ പറ്റൂ. ഇത് റീസൈക്ലബിൾ പോളിയെത്തിലീൻ, മറ്റത് അങ്ങനെ അല്ല, അത് നിരോധിച്ചതാണ്, അതുകൊണ്ടാണ് എടുത്തിട്ട് പോയത്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉണ്ടെന്നേ, അവരിങ്ങനെ ചുറ്റി നടക്കുക. പിന്നെ ഏതെങ്കിലും പബ്ലിക് ഈ സിംഗിൾ വാട്സ്ആപ്പ് നമ്പറിൽ അറിയിച്ചതും ആവും. എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പാർട്ടി ഓഫീസ് ഫുള്ള് ഞാൻ ഗ്രീൻ പ്രോട്ടോകോൾ വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ യൂസ് ചെയ്ത ഫ്ലെക്സും കാര്യങ്ങളും ഇതെല്ലാം നിങ്ങൾ ശേഖരിച്ചിട്ട് ഹരിത കർമ്മസേനയെ ഏൽപ്പിക്കണം. അവരിത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുത്തിട്ട് റീസൈക്ലിംഗ് ചെയ്തോളും. ഈ ഇൻഫർമേഷൻ എല്ലാവരും എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.